ഡോ എന്തായി അവൻ വല്ലതും പറഞ്ഞു തുടങ്ങിയ? ഇല്ല സാറേ, ആ സാറിന്റെ അടുത്ത് വല്ല മുഴുവത്തോളൊന്നും. താൻ പൊയ്ക്കോ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അവൻ്റെ അടുത്ത്. ഇതൊക്കെ ചെയ്തത് നീയാന്നറിയാം. ഇതൊക്കെ നീ എന്തിനാ എങ്ങനെയാ ചെയ്തതെന്ന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു തന്നാ. ഒരു കഥ പറയട്ടെ സാറേ. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു സാറേ. അവൾ ജനിച്ച് 90-ാം ദിവസമാണ് എൻ്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അന്ന് തൊട്ട് അവൾ അച്ഛനും അമ്മയും ഞാൻ തന്നെ സാറേ. പഠിക്കാൻ പിടിക്കുകയായിരുന്നു. വലിയ മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്കാണ് സാറേ. അവളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലിയൊരു കോളേജിൽ ചേർന്ന് MBBS പഠിക്കണമെന്ന്. പത്രത്തിൽ വായിക്കാനൊക്കെ എൻ്റെ രസമായിരുന്നു സാറേ. സാറ് പറഞ്ഞാണ് മലയാളി പെൺകുട്ടി സീനിയേഴ്സിൻ്റെ റാങ്കിങ് സഹിക്കാൻ വരെ കോളേജ് കെട്ടിടത്തിന് മേളിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തല്ലോ സാറേ, അവളെ കൊന്നതാ. 5 തന്തയില്ലാത്തവന്മാർ ചേർന്നു. അങ്ങനെയുള്ളവന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളിവിടെ കാക്കിയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അമ്മമാരെ നിങ്ങളെ കൂട്ടിയെ കൂടത്തില്ല സാറേ, വലിയവന്മാരെ മക്കളാണ്. നിയമത്തിന് മുമ്പിൽ എന്താടാ പണക്കാരും പാവപ്പെട്ടു വരും. തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. എന്നിട്ട് എന്തായത് സാറേ നിങ്ങളെ നിയമം? എൻ്റെ പെങ്ങളെ മരണം ആത്മഹത്യയാക്കി മാറ്റി. റാഗിൻ്റെ പേര് വെറും 14 ദിവസം സസ്പെൻഷൻ കൊടുത്തു. ഇതാണോ സാറേ അവർക്ക് കിട്ടേണ്ട ശിക്ഷ? നീതിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് ആ പയ്യന്മാരെ നീ കൊന്നളയും. നീ എന്തിനാ കൊന്നേന്ന് നീ പറഞ്ഞു. നീ എങ്ങനെ കൊന്നേന്നും കൂടെ ഒന്ന് പറ. എന്തിനാ കൊന്നതെന്ന് മനസ്സിലായില്ലേ? നീ എങ്ങനെയാ കൊന്നതെന്ന് സാറങ്ങ് കണ്ടുപിടി.